പള്ളിക്കുന്നിന് നമ്മൾ പുതിയ ദിശ നൽകുകയാണ്. ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ എങ്ങോട്ട് പോകണം, ഏത് വഴിയിലൂടെ പോകണം തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അന്തിച്ച് നിൽക്കാറുണ്ട്. എന്നാൽ നമുക്ക് കൃത്യമായ ഒരു മാർഗദർശനം കിട്ടുകയും ആ മാർഗദർശനം വഴി നമ്മുടെ നാടിൻ്റെ വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ സെമിനാർ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ സമയത്ത് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ പ്രസംഗത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്തുദ്ധരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉദ്ധരണിയായിരുന്നു അത്. ഭാവി നമ്മെ വിളിക്കുകയാണ്. ഏത് ദിശയിലേക്കാണ് നാം പോകേണ്ടത്, എന്ത് പ്രയത്നമാണ് നാം ഏറ്റെടുക്കേണ്ടത് എന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രസംഗത്തിൽ പറഞ്ഞതാണ്. അതുതന്നെയാണ് നമുക്ക് വള്ളിക്കുന്നിനും ബാധകമായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു വള്ളിക്കുന്നിൻ്റെ സ്വപ്നങ്ങൾ നമ്മളിവിടെ നെയ്യുകയാണ്. വള്ളിക്കുന്നിൻ്റെ സ്വപ്നങ്ങൾക്ക് മൂർത്തഭാവം നൽകുന്നത് ഏതു ഘട്ടത്തിലാണ്, എങ്ങനെയാണ് എന്ന് നമ്മളിവിടെ തീരുമാനിക്കുകയാണ്. വള്ളിക്കുന്നുകാർക്ക് വേണ്ടി വള്ളിക്കുന്നുകാർ ഉണ്ടാക്കിയ പദ്ധതികൾ, ആ പദ്ധതികൾ ഏതിനാണ് മുൻഗണന നൽകേണ്ടത്, ഏത് പദ്ധതിയാണ് ആദ്യം നടപ്പിലാക്കേണ്ടത്, ഏത് പദ്ധതിയാണ് പിന്നീട് നടപ്പിലാക്കേണ്ടത്, ഏത് പദ്ധതിക്കാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ ഈ സെമിനാർ തീരുമാനിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ മുന്നോടിയായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 15 മേഖലകളിൽ നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള 138 ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് അവരെ ഓരോ മേഖലയിലേക്കും അവർക്ക് അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുന്ന മേഖലയിലേക്ക് അവർ വിഷയ അടിസ്ഥാനത്തിൽ തിരിഞ്ഞിരിക്കുകയും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരെയും വിഷയവിദഗ്ധന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 15 മേഖലകളിലാക്കി അവർ നിരന്തരമായി ചർച്ച നടത്തുകയുണ്ടായി. 2 മാസത്തോളമായി അതിൻ്റെ ഒരു എക്സസൈസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പശ്ചാത്തല മേഖലയുണ്ട്, തീരദേശ മേഖലയുണ്ട്, ടൂറിസം മേഖലയുണ്ട്, ആരോഗ്യ മേഖലയുണ്ട്, വിദ്യാഭ്യാസ മേഖലയുണ്ട്, ദുർബല വിഭാഗങ്ങളായ SC/ST ജനവിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മേഖലയുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും ഇങ്ങനെ 15 മേഖല തിരിച്ചുകൊണ്ട് പ്രത്യേകമായ കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് ചർച്ച നടത്തി മുന്നോട്ട് വരികയായിരുന്നു. ആ ചർച്ച നടത്തി ഇന്ന് അതിൻ്റെ സെമിനാർ, ഈ സെമിനാറിൽ അതിനെല്ലാറ്റിനും കൃത്യമായ ധാരണ വരുത്തി മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. 7-ാം തീയതി ഈ സെമിനാർ തീരുമാനിക്കുമ്പോൾ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് താല്പര്യപൂർവ്വം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് CP മുസ്തഫ അഡ്വക്കേറ്റ് ഇങ്ങോട്ട് വരണം, വേദിയിലേക്ക് വരാം. മുഖ്യമന്ത്രിയുടെ ഒരു ഡേറ്റിൽ തന്നെ ഇന്ന് സെമിനാർ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ന് റെഡ് അലർട്ടുമായി ബന്ധപ്പെട്ട്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടെന്നും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയും പത്തനംതിട്ട അടക്കമുള്ള ചില ജില്ലകളിൽ ഉണ്ടാകാവുന്ന കലാമിറ്റീസ് അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്തും എറണാകുളത്തും തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം തൽക്കാലം വരാൻ കഴിയില്ലെന്നും ഞാൻ ഓൺലൈൻ വഴി വന്ന് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാമെന്ന് അദ്ദേഹം ഏൽക്കുകയും ചെയ്തു. എൻ്റെ ഈ ആമുഖ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന പ്രസംഗം ഇവിടെ നടക്കുകയാണ്. ആ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നമുക്ക് കേരളത്തിൻ്റെ എക്കാലത്തെയും സമുന്നതനായ രാഷ്ട്രീയ നേതാവും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ വികസനങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി നേതൃത്വം നൽകുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ IT AI വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുകയും അദ്ദേഹം ഈ പരിപാടിക്ക് വന്നെത്തി നമ്മളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഏറ്റവും ഒരുപാട് കാലം മന്ത്രിയാവുകയും മലപ്പുറം ജില്ലയുടെ തന്നെ അഭിമാനമായ ശ്രീ AP അനിൽകുമാർ, കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം എന്നെല്ലാവർക്കും അറിയാം. കൃത്യമായി ഈ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ദുരന്തങ്ങളെ മുഴുവൻ അഭിമുഖീകരിക്കാൻ ബാധ്യസ്ഥനായൊരു മന്ത്രിയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം നമ്മുടെ ഈ പരിപാടിക്ക് വന്നെത്താമെന്ന് ഏൽക്കുകയും ഏകദേശം ഒരു 10:30 ആകുമ്പോഴേക്ക് ബഹുമാന്യനായ ശ്രീ AP അനിൽകുമാർ ഈ ചടങ്ങിൽ വന്നെത്തി ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യും. തുടർന്ന് നമ്മുടെ MLA മാരെത്തുന്നുണ്ട്,
മലപ്പുറം ജില്ലയിലെ പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. അവരൊക്കെ പങ്കെടുക്കുന്ന ഈ സെമിനാർ, ആ സെമിനാറിൻ്റെ അവസാനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തീരുമ്പോഴേക്ക് വള്ളിക്കുന്ന് മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലം കാലിക്കറ്റ് എയർപോർട്ടുള്ള മണ്ഡലമാണ്. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിദ്യാഭ്യാസ ഹബ്ബായി നിൽക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തുമുള്ള യൂണിവേഴ്സിറ്റിയുടെ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് വള്ളിക്കുന്ന്. അതോടൊപ്പം തന്നെ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ വള്ളിക്കുന്ന് മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ആനങ്ങാടി, പുതിയറ ബീച്ചടക്കമുള്ള ബീച്ചുകളുള്ള തീരദേശമുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ മണ്ഡലം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഒരു റോയൽ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഈ റോയൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കണം. പശ്ചാത്തല മേഖലയിലുള്ള നമുക്കെല്ലാവർക്കും അറിയാം, കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഈ ഗവൺമെൻറ് ഏറ്റവും പ്രധാനമായി പശ്ചാത്തല മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, 2 കാര്യമാണ് വള്ളിക്കുന്നിന് ആവശ്യം നൽകിയ 2 കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, വള്ളിക്കുന്നിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുമെന്നായിരുന്നു. നമ്മുടെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു വള്ളിക്കുന്നിൽ ഫയർ സ്റ്റേഷൻ രൂപീകരിക്കുക എന്ന് പറയുന്നത്. ആ ഫയർ സ്റ്റേഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിൻ്റെ തുടക്കം അടുത്ത 13-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട കലക്ടർ മലപ്പുറത്ത് യോഗം വിളിച്ചിരിക്കുകയാണ്. ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മളതിന് തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാം, എയർപോർട്ടിലേക്ക് ഒരാൾ പെട്ടെന്ന് പോകണമെന്ന് തീരുമാനിച്ചാൽ ഒരുപാട് ട്രാഫിക് ഇഷ്യൂസ് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. എന്നാൽ കോഹിനൂരിൽ നിന്ന് ഒരു എലിവേറ്റഡ് ഹൈവേ എയർപോർട്ടിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് യാത്രക്കാർക്ക് കാലിക്കറ്റ് എയർപോർട്ട് ഇവിടെ പറഞ്ഞു 5.9 മില്യൺ പീപ്പിൾ പാസഞ്ചേഴ്സ് ആശ്രയിക്കുന്ന, ബഹുമാനപ്പെട്ട ഡയറക്ടർ ഇവിടെ പറഞ്ഞു, പാസഞ്ചേഴ്സ് ആശ്രയിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രാവലേഴ്സ് ആശ്രയിക്കുന്ന ഒരു എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട്. ആ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വളരെ പ്രയാസം 7 കിലോമീറ്ററിനുള്ള 6.4 കിലോമീറ്റർ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള എയർപോർട്ടിലേക്ക് വളരെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള 2 പ്രഖ്യാപനങ്ങൾ നമ്മുടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ സെക്കൻഡ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ നന്നാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശത്തെ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഈ നാട്ടിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അവിടെയുള്ള റോഡുകൾ 2018 പ്രളയം മുതൽ തകർന്നു കിടക്കുകയാണ്. അതിനെ റീബ്രിഡ്ജ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ തീരദേശം സംരക്ഷിക്കണം തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിഷയങ്ങളെ മുഴുവൻ നമുക്ക് അഭിമുഖീകരിക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഇനി ഒരിക്കലും വിദേശത്തേക്ക് വിദ്യാഭ്യാസം തേടി പോകേണ്ട ഒരവസ്ഥ, പലായനം ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് അവരാഗ്രഹിക്കുന്ന കോഴ്സിന്, അവരാഗ്രഹിക്കുന്ന പ്രോഗ്രാംസിന് ഇവിടെ തന്നെ ചേർന്ന് പഠിക്കുന്ന വിധത്തിൽ അതിന് സൗകര്യമുണ്ടാക്കണം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ എല്ലാ വിഷയങ്ങളിലേക്കും ഇപ്പോൾ തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വലിയ ചുവടുവെപ്പുകൾ നടത്തേണ്ടതുണ്ട്. അതിൽ നമുക്ക് ഈ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളെയും മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ RS പണിക്കൂർ ഇങ്ങോട്ട് വന്നാലും അതോടൊപ്പം തന്നെ മറ്റെല്ലാ ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കുക തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പദ്ധതികൾക്കെല്ലാം സമൂർത്തമായ ഒരു രൂപം നൽകുക എന്നുള്ളതാണ് ഈ സെമിനാറിൻ്റെ ലക്ഷ്യം. ഈ സെമിനാറിൽ വന്നെത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും, കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഇന്ന് MLA ആണ്, നാളെ പുതിയ MLA വന്നേക്കാം, പുതിയ ജനപ്രതിനിധികൾ വന്നേക്കാം, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ മാറി മാറി വന്നേക്കാം. പക്ഷേ ആ ജനപ്രതിനിധികൾക്ക് അവർക്ക് അവരുടെ വികസനത്തിൻ്റെ പാന്താവിൽ കൃത്യമായുള്ള ഒരു രേഖാചിത്രം വരച്ചു നൽകുകയാണ് ഈ സെമിനാറിൻ്റെ ലക്ഷ്യം. ഇന്ന് വരുന്ന ജനപ്രതിനിധികൾ നാളെ അവരായിക്കൊള്ളണമെന്നില്ല. പക്ഷെ വള്ളിക്കുന്നുകാർക്ക് വേണ്ടി വള്ളിക്കുന്നുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു വികസന രേഖ, ഒരു സമഗ്രമായ വികസനത്തിൻ്റെ രേഖാപരമായിട്ടുള്ള ഒരു ചിത്രം, ഒരു മോഡൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഇപ്പോഴത്തെ MLA ആയ എൻ്റെ മുമ്പിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് ഈ സെമിനാർ പറയുന്നു. ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇതിനു വേണ്ടിയുള്ള കൃത്യമായ നമ്മൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പഴയ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിധി നമ്മൾ നിർണ്ണയിക്കുന്ന
ദിനം എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, വള്ളിക്കുന്നുകാർക്ക് വേണ്ടി വള്ളിക്കുന്നുകാരുണ്ടാക്കുന്ന വികസന രേഖയാണ് ഇന്നിവിടെ പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം അതിനുവേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം നന്ദിയോടുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയും നിങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരെയും ഈ സെമിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനിൽ ഇത് ഉദ്ഘാടനം ചെയ്യും. മറ്റു മന്ത്രിമാർ ഇവിടെ വന്നെത്തും, MLA മാർ വന്നെത്തും. ഈ വേദിയിലുള്ള എല്ലാ ഞാൻ പറയുന്നു, വികസനത്തിൻ്റെ രാഷ്ട്രീയമില്ല, വികസനത്തിൻ്റെ രാഷ്ട്രീയമില്ല. എല്ലാവരും പറയുന്നത് ഈ നാടിൻ്റെ വളർച്ചയാണ്. പക്ഷേ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാം. ചില രാഷ്ട്രീയ ആദർശങ്ങളുടെയും ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന കാഴ്ചപ്പാടുകളാണ് നമ്മുടെ വികസനത്തിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത്. ആ അജണ്ട നിശ്ചയിച്ചു കൊണ്ട് തന്നെ ജനങ്ങളുടെ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസ് മുൻനിർത്തിക്കൊണ്ട് തന്നെയുള്ള വികസന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വികസനത്തിൻ്റെ രാഷ്ട്രീയം അത് നടപ്പിലാക്കുമ്പോഴില്ല. അതിൻ്റെ എല്ലാ നിലക്കുമുള്ള ആത്യന്തികമായ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അതിൽ പാവപ്പെട്ടവനുണ്ട്, കർഷകരുണ്ട്, മത്സ്യത്തൊഴിലാളിയുണ്ട്, SC ST അടങ്ങുന്ന ന്യൂനപക്ഷ ദുർബല വിഭാഗങ്ങളുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തകന്മാരുണ്ട്, ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തകന്മാരുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സമ്പന്നന്മാരുണ്ട്, ഈ നാട്ടിലെ ഇടത്തരക്കാരുണ്ട്. സമ്പന്നൻ്റെ പണം പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യിച്ചുകൊണ്ട് വലിയ ടൂറിസം പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ പറയുന്നത്, ഈ വികസനത്തിന് രാഷ്ട്രീയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സെമിനാറിനും രാഷ്ട്രീയമില്ല. ഈ സെമിനാറിൽ വന്നെത്തിയിരിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളെയും ഈ സെമിനാറിൽ പങ്കെടുപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ആശംസകൾ നേരുവാനും വിളിച്ചിരിക്കുന്നു. എല്ലാവരുടെയും പേരുകൾ ഞാൻ ഓരോരുത്തരുടേതായിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. വേദിയിലുള്ള എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ എല്ലാ ജനപ്രതിനിധികളെയും, ബ്ലോക്ക് പ്രസിഡൻ്റുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട്. അതാത് ആളുകളെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ വിളിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. ജയ് നമസ്കാരം.